ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇച്ചിരി നിങ്ങളുടെ ലൈഫിൽ ഇച്ചിരി എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ഇച്ചിരി പ്രതിസന്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതണം എന്നാണ് കാണിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്ന് പോരാടണം എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. കാരണം നിങ്ങളുടെ സാഹചര്യം മൂലമല്ല, അതായത് നിങ്ങൾ അത് ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ വരും. അത് ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരും. പക്ഷെ അത് ഇപ്പോൾ നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ സാഹചര്യം മൂലം. കാരണം നിങ്ങളുടെ പരിശ്രമം മൂലമല്ല, നിങ്ങളുടെ ആ ഒരു കാര്യത്തിനോടുള്ള ഒരു ഇഷ്ടക്കുറവോ ഒന്നുമല്ല. നിങ്ങൾ കഠിനമായി ശ്രമിച്ചു, ഒത്തിരി അങ്ങ് നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾക്കത് നിരാശയായിരിക്കും ഫലമെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് കിട്ടാതെ വന്ന് നിങ്ങൾ നിരാശയായിരിക്കും ഫലം എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഡെത്ത് കാർഡിൽ നമുക്ക് ഒരു പുതിയ റീബർത്തിങ് കാണിക്കുന്നുണ്ട്. അതായത് ബിഗിനിങ്, പുതിയ ചേഞ്ച്. കാരണം ഉണ്ടായിരുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ റിക്കവറായി നമ്മളൊരു പുതിയ ഒരു തലത്തിലേക്ക് പോകുമെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒറ്റയ്ക്ക് പരിശ്രമിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളത് വേണ്ടാന്ന് വെച്ച് പോയത്, അതിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ബ്ലെസ്സിങ്ങും എല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. കാരണം ചേഞ്ചിങ്, നമ്മളിനി ഇങ്ങനെ നിന്നാൽ, ഈ ഒരു അവസ്ഥയിൽ നിന്നാൽ നമ്മൾക്ക് ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു ചേഞ്ചിങ്ങും ട്രാൻസ്ഫോർമേഷനും എല്ലാം കാണിക്കുന്നുണ്ട്. പുതിയ ബിഗിനിങ് കാണിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ വിശദമായ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ റീഡിംഗ് എന്ന മെസ്സേജ് ഇട്ടാൽ നമ്മൾ വിശദമായ റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മളിപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റീനെ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുക. അതുപോലെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയൊരു പരിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നിരാശയാകാനുള്ളൊരു ഫലമുണ്ട്. പക്ഷേ നമ്മളതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ഇന്നത്തെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് കണക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.